തണ്ണീർ എന്നായിരുന്നു അവൻ്റെ പേര്. 20 വയസ്സു മാത്രമാണ് പ്രായം. കൊമ്പും ബമ്പും ഇനിയും വളരാൻ ബാക്കിയാണ്. ആ കണ്ട കാഴ്ചയിൽ 10 മണിക്കൂറോളം ഒരേ സ്ഥലത്ത് തമ്പടിച്ച് ആശങ്ക സൃഷ്ടിച്ചപ്പോഴും ഒടുക്കം മയക്കുവെടിയേറ്റപ്പോഴും ഒരിക്കൽ പോലും ആക്രമണ സ്വഭാവം കാണിക്കാതെ ജീവിതം മുഴുവൻ ആസ്വദിച്ചു തീരാതെ ഒരു ഗജയൗവനം അകാലത്തിൽ പൊലിഞ്ഞടങ്ങി. ആക്ഷനും സസ്പെൻസും സെന്റിമെന്റ്സും ആവോളം ഒടുക്കം ഒരു ട്രാജിക് ക്ലൈമാക്സും നിറഞ്ഞ ആനക്കഥയുടെ പേരാണ് തണ്ണീർക്കൊമ്പൻ. അയൽനാട്ടിൽ നിന്ന് കാടും പുഴയും കടന്ന് മാനന്തവാടിയിലെത്തി പ്രദേശവാസികളിൽ ഭീതി പടർന്നത് കാരണം മയക്കുവെടിക്ക് കീഴടങ്ങി ബന്ദിപ്പൂരിലേക്ക് മാറ്റിയ തണ്ണീർക്കൊമ്പനൊടുക്കം ചരിഞ്ഞുവെന്ന വാർത്ത സമ്മിശ്ര വികാരത്തോടെയാണ് നമ്മൾ കേട്ടത്. അല്പസമയം മുമ്പ് പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി കാണുമ്പോൾ ആ ജീവിയുടെ വിധിയോർത്ത് നൊമ്പരപ്പെടുകയാണ് പലരും. എന്താണ് തണ്ണീർക്കൊമ്പന് സംഭവിച്ചത് എന്നതിലേക്ക് നമ്മൾ വിശദമായി വരികയാണ്. ശരി, ഗ്രാഫിക്സിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം എന്തൊക്കെയാണ് തണ്ണീർക്കൊമ്പൻ്റെ മരണത്തിലേക്ക് എത്തിച്ച കാരണങ്ങൾ. ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഹൃദയാഘാതമാണ് കാരണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഹൃദയാഘാതത്തിലേക്ക് നയിച്ച സാഹചര്യം, കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും, അതിലേക്ക് നമ്മൾ വിശദമായി വരികയാണ്. തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞതെങ്ങനെ, എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചതെന്നുള്ളതാണ് വരുന്നത്. ഹൃദയാഘാതമാണ് മരണകാരണം. അതാണ് മരണകാരണമായത് ഹൃദയാഘാതമാണെന്ന് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് കൊമ്പൻ ചരിഞ്ഞുവെന്ന വാർത്ത പുറം ലോകം അറിയുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് ബന്ദിപ്പൂരിലെ ആന സങ്കേതത്തിലേക്ക് ഈ കൊമ്പനെ മാറ്റിയത്. ഇന്ന് രാവിലെ ചരിയുന്നു. ഇന്ന് രാവിലെയോടുകൂടി അതിനെ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പറയുന്നു. കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടോ എന്നുള്ളതിലേക്ക് കൂടിയാണ് നമ്മൾ വരുന്നത്. മാനസിക സമ്മർദ്ദം ഹൃദയാഘാതത്തിലേക്ക് നയിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. സ്വാഭാവികമായും അത് ഇന്നലെ അനുഭവിച്ച മാനസിക സമ്മർദ്ദം നമ്മൾ നേരിൽ കണ്ടതാണ്. ആ മാനന്തവാടിക്കാരും അതിനേക്കാൾ വലിയ ഭീതിയും ആശങ്കയും സമ്മർദ്ദവും ഒക്കെ മാനന്തവാടിയിലെ ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അവിടെ 144 ആയിരുന്ന ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഭീതിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മുടെ കണ്ണിൽ കണ്ട മാത്രയിൽ 10 മണിക്കൂറോളം ആ ജീവി വലിയ ആക്രമണ സ്വഭാവമൊന്നും കാണിക്കാതെ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്ന കാഴ്ച നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. ശരീരത്തിലെ മുഴ പഴുത്തു, ലിംഗത്തിൽ മുറിവ്. അപ്പോൾ നേരത്തെ തന്നെ കർണാടകയിൽ കഴിഞ്ഞ ജനുവരി 13 ഇതേപോലെ ജനവാസ കേന്ദ്രത്തിലിറങ്ങി പ്രദേശവാസികൾക്കിടയിൽ ഭീതി പരത്തിയതിന് പിന്നാലെ ഈ ആനയെ പിടികൂടി. ഇന്നിപ്പോൾ കണ്ട രീതിയിൽ തന്നെ മയക്കുവെടി വെച്ച് പിടികൂടി കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ബന്ദിപ്പൂരിലേക്ക് മാറ്റിയതാണ്. ജനുവരി 13 കഴിഞ്ഞ ആഴ്ചകൾ മാത്രമേ കഴിയുന്നുള്ളൂ. ബന്ദിപ്പൂരിൽ നിന്ന് തലപ്പുഴ ഭാഗത്തൂടെ പുഴയും കാടുമൊക്കെ കടന്നത് മാനന്തവാടിയിലെത്തി. അങ്ങനെ ഇന്നലെ പ്രദേശവാസികളിൽ അത് വലിയ ഭീതി പടർത്തിയതിനെ തുടർന്നാണ് അതിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മാനന്തവാടിക്കാർക്കോ കേരളത്തിനോ ഇല്ല. കാരണം അത് കർണാടകയിൽ ഉണ്ടായിരുന്ന ഒരു ആനയാണ്. അപ്പോൾ അതിന് മുഴയിൽ പഴുപ്പുണ്ടായിരുന്നു, വലിയൊരു മുഴയുണ്ടായിരുന്നു അതിൻ്റെ ശരീരത്തിൽ. ആ മുഴയിൽ പഴുപ്പുണ്ടായിരുന്നു, ലിംഗത്തിൽ മുറിവുണ്ടായിരുന്നു, വലിയ പരിക്കുകൾ ഉണ്ടായിരുന്നു. അതും ഹൃദയാഘാതത്തിന് കാരണമായിട്ടുണ്ടാകാം എന്നുള്ളതാണ് പ്രാഥമികമായി വരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 20 വയസ്സ് മാത്രമുള്ള ആനയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ആനയ്ക്ക് മനുഷ്യായുസ്സാണ്, മനുഷ്യൻ്റെ അത്രയുമാണ് ആനയുടെയും പ്രായം. അപ്പോൾ 20 വയസ്സുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു യുവാവാണ്, യൗവനമാണ്. ആനയും 20 വയസ്സുള്ള ഒരു ആന എന്ന് പറയുമ്പോൾ അതും യൗവനമാണ്. അതിൻ്റെ കൊമ്പൊന്നും പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിയിട്ടില്ല. ഇനിയും അതിൻ്റെ കൊമ്പ് വളരാനുണ്ട്, അതിൻ്റെ ശരീരം വളരാനുണ്ട്. എല്ലാ അർത്ഥത്തിലും ജീവിതം ആസ്വദിച്ചു തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ ആ കൊമ്പൻ എന്നുള്ളതും കൂടി കാണണം. 3 ആഴ്ചക്കിടെ 2 തവണ മയക്കുവെടിയേറ്റു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനുവരി 13 കർണാടകയിലെ ഹാസനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയതിനെ തുടർന്ന് മയക്കുവെടി വെച്ച് അതിനെ കൊണ്ടുപോകുന്നു. ആഴ്ചകൾ മാത്രം കഴിയുമ്പോൾ അതിന് മാനന്തവാടിയിൽ വെച്ച് വീണ്ടും മയക്കുവെടി ഏൽക്കുന്നു. സ്വാഭാവികമായും ഈ മനുഷ്യനിൽ അനസ്തേഷ്യ വെക്കുന്നത് പോലെയൊക്കെയാണ് ഈ മയക്കുവെടി ആനയിൽ വെക്കുന്നത്. അപ്പോൾ ഒരു തുടർച്ചയായി 2 ദിവസമൊക്കെ പല തവണകളിലായൊക്കെ മനുഷ്യൻ അനസ്തേഷ്യ വെച്ച് കഴിഞ്ഞാൽ അത് മരണത്തിന് കാരണമാകുമെന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ മയക്കുവെടിയൊക്കെ ഒരു ആനയ്ക്ക് അതായത് ദിവസങ്ങൾക്കിടെ, ആഴ്ചകൾക്കിടെ 2 തവണയൊക്കെ മയക്കുവെടി ഏൽക്കുമ്പോൾ, മയക്കുവെടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഒരു തവണ വെടിയേറ്റതിന് ശേഷം വീണ്ടും ബൂസ്റ്റർ ഡോസൊക്കെ 2 തവണ ബൂസ്റ്റർ ഡോസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാരണമായിട്ടുണ്ടാകാമെന്ന് പറയുന്നു. 10 മണിക്കൂറോളം വെള്ളവും ഭക്ഷണവുമില്ല. നമ്മൾ ആ കണ്ട കാഴ്ച ഇന്നലെ രാവിലെ 6 മണിക്കാണ് ആനയെ ആ ഭാഗത്ത് ആളുകൾ കാണുന്നത്. പിന്നീട് രാത്രി അതിനെ പിടികൂടുന്നിടത്തോളം അത് ആ ഭാഗത്ത് തന്നെയാണ്. എന്ന് വെച്ചാൽ അതിനിടയിൽ ഭക്ഷണമോ വെള്ളമോ കഴിക്കുന്നത് നമ്മൾ കാണുന്നില്ല.
കാരണം ഒരു വാഴക്കൃഷിയൊക്കെ ഉള്ള ഭാഗത്ത് മാത്രം അത് അവിടെ തന്നെ തമ്പടിച്ച് നിലയുറപ്പിച്ചു. അതിനിടയിൽ ആരും അതിന് ഭക്ഷണമോ വെള്ളമോ കൊടുത്തിട്ടില്ല. കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം സ്വാഭാവികമായി അത് കുടിക്കുന്നതും നമ്മൾ കാണുന്നില്ല. അപ്പോൾ 10 മണിക്കൂറായി അതിന് ഭക്ഷണവും വെള്ളവുമില്ല. ആ സാഹചര്യം കൂടി കാണണം. ആൾക്കൂട്ടത്തിന് നടുവിൽ 10 മണിക്കൂറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കൂട്ടത്തിന് നടുവിൽ വലിയ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, ജനങ്ങൾക്ക് ഭീതിയും പേടിയും ഒക്കെ ഉണ്ട്. ഒപ്പം തന്നെ ആ ജീവിക്കും അതിൻ്റെതായ രീതിയിലുള്ള ഭീതിയും ആശങ്കയും ഉണ്ടാകും. കാരണം അതിന് അത്ര പരിചിതമല്ലാത്തൊരു സ്ഥലത്ത് ആൾക്കൂട്ടം അതിന് നടുവിലൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും അതിന് പിടികൂടാനുള്ള ശ്രമങ്ങളുണ്ട്. അതിന് നടുവിൽ ആ വലിയ ഭീതിയിലും ആശങ്കയിലുമായിരുന്നു ആ ജീവി ഉണ്ടായിരുന്നതും കൂടി കാണണം. വൈകുന്നേരം മയക്കുവടി പാടില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ആനയെ സംബന്ധിച്ചിടത്തോളം ആനയുടെ ആരോഗ്യശാസ്ത്രം സംബന്ധിച്ച് വൈകുന്നേരം മയക്കുവടി പാടില്ല എന്നുള്ളതുണ്ട്. പക്ഷെ വൈകുന്നേരം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയ ആശങ്കയും സമ്മർദ്ദവും കാരണം വൈകുന്നേരം മയക്കുവടി വെക്കേണ്ടി വന്നു. മയക്കുവടിക്ക് ശേഷം ചെയ്യേണ്ടവയും നടന്നില്ല. മയക്കുവടിക്ക് വെച്ചതിന് ശേഷം ഈ ആനയെ തണുപ്പിക്കണം, അതായത് വെള്ളമൊഴിച്ച് തണുപ്പിക്കണം എന്നുള്ള ഒരു ചട്ടമുണ്ട്. അതും പാലിക്കപ്പെട്ടിട്ടില്ല. ഇന്നലെ ആ തിടുക്കത്തിൽ അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. മയക്കുവടി വെച്ച് മയങ്ങിയതിന് ശേഷം വേഗം കുങ്കിയാനകൾ ഉപയോഗിച്ച് ലോറിയിലേക്ക് കയറ്റം കൊണ്ടുപോവുകയാണ് ചെയ്തത്. നേരത്തെ പരിക്കുകൾ ഉണ്ടായിരുന്നുവെന്ന് സംശയം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അതിനൊരു മുടയുണ്ടായിരുന്നു, ഒപ്പം ലിംഗത്തിൽ പരിക്കുണ്ടായിരുന്നു. അതൊക്കെ അതിന് മരണത്തിന് കാരണമായിട്ടുണ്ടാകാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പൂർണ്ണമായ ഉള്ളടക്കം ഇതുവരെ വന്നിട്ടില്ല. ഒരു പ്രാഥമിക വിവരങ്ങൾ മാത്രമേ ഈ ഘട്ടത്തിൽ വന്നിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെയാണ് മരണ കാരണമായത് എന്നുള്ളതിൻ്റെ സൂചനകളുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഈ മൃഗത്തെ അടുത്തറിയുന്ന, ഇതിൻ്റെ ജന്തുശാസ്ത്രം അറിയുന്ന, ഇതിൻ്റെ ആരോഗ്യശാസ്ത്രത്തെ കൂടുതലായി അറിയുന്ന ഒരാളുടെ വിശദീകരണം കൂടി ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ടതാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മോടൊപ്പം ശാസ്ത്ര നിരീക്ഷകൻ കൂടിയായിട്ടുള്ള, ജന്തു നിരീക്ഷകൻ കൂടിയായിട്ടുള്ള വിജയകുമാർ ബ്ലാത്തൂർ ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് ഇക്കാര്യത്തിലുള്ള നിഗമനങ്ങളിലേക്ക് കൂടി പോകാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ആനകളെ മയക്കും വെടിവെച്ച് പിടിക്കുന്നതിന് ഡാർട്ടിംഗ് എന്ന് പറയുന്ന ആ ഡാർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ആനകൾക്ക് അപകടം സംഭവിക്കുക എന്നുള്ളത് അത്യപൂർവമായിട്ടുള്ള സംഭവമല്ല. എപ്പോഴും ആ റിസ്ക് അവിടെ ഉണ്ട്. ഡാർട്ടിങ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ റിസ്ക്കുള്ള കാരണമാകുന്ന അതുകൂടി കൊണ്ടാണ്. അത്ര നമ്മൾ സാധാരണ ഒരു മനുഷ്യനെ മയക്കുന്നത് പോലെയല്ല ഇത് ന്യൂറോലെപ്റ്റ അനാൽജസിയ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അല്ലാതെ പൂർണ്ണമായിട്ടും ആനകളെ മയക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഓപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് മനുഷ്യരെ അനസ്തീഷ്യ കൊടുക്കുന്നത് പോലെയല്ല ചെയ്യുന്നത്. പൂർണ്ണമായിട്ടുള്ള ബോധം ഇല്ലാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളെങ്കിലും ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആനക്കുണ്ടാവും. കേൾവി, കാഴ്ച ഒക്കെ ഉണ്ടാവും. എങ്കിൽ കൂടി അത് മയങ്ങിയ ഒരവസ്ഥയിൽ നിൽക്കും എന്നുള്ളത് മാത്രമാണുള്ളത്. അത്തരത്തിലുള്ള മരുന്നുകളുടെ ഡോസ് തീരുമാനിക്കുന്നത് വലിയ സങ്കീർണമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. സൈലസിനും കിറ്റാമിനും പോലെയുള്ള 2 മരുന്നുകളുടെ ഒരു കോക്ടെയിലാണ് സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ഡാർട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. അതിൻ്റെ കൂടത്തെ മറ്റു പല മരുന്നുകളും കൂടി ചേർക്കും. ഇതിൻ്റെ അളവുകൾ തീരുമാനിക്കുന്നത് ഒന്ന് മയങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ആനയുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനം വളരെ പതുക്കിയാവും. അത്തരത്തിലുള്ള ഒരു പ്രശ്നം വരുമ്പോൾ ആനയുടെ ഹൃദയം നിന്നു പോകുന്ന കാർഡിയാക് അറസ്റ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് തടയാൻ വേണ്ടിയിട്ടുള്ള ആനയുടെ ആരോഗ്യം, വലിപ്പം, അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരളവിലുള്ള വിറ്റാമിൻ പോലുള്ള മരുന്നും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കോക്ടെയിലാണ് സാധാരണയായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത്. ഈ മരുന്നുകളുടെ അളവുകൾ തീരുമാനിക്കുന്നത്, അതുപോലെ തന്നെ കൂടിയ അളവിൽ മരുന്ന് വരരുത്, കുറഞ്ഞു പോകരുത്, ഇതൊക്കെ തീരുമാനിക്കുന്നത് കൃത്യമായിട്ട് ആനയുടെ വലിപ്പം, ആനയുടെ ആരോഗ്യസ്ഥിതി ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ്. അതിനൊക്കെ വേണ്ടത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വെറ്റിനറി സർജനാണ് വേണ്ടത്. അങ്ങനെയുള്ളവർ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഡാർട്ടിങ് ചെയ്യുമ്പോൾ ആനകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവയെ സംബന്ധിച്ചിടത്തോളം ആനകളുടെ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കാനുള്ള പ്രശ്നമുള്ള ഒരു ജീവിയാണ്. അവയ്ക്ക് വിയർപ്പ് ഗ്രന്ഥികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവ ചെവിയാട്ടിയിട്ടാണ് അവയുടെ ശരീരത്തിൻ്റെ താപം കുറക്കുന്നത്. ഇത്തരത്തിലുള്ള മരുന്നുകൾ കൊടുക്കുന്നതോട് കൂടിയിട്ട് അവയുടെ ചെവികളുടെ പ്രവർത്തനം, ചെവി ആട്ടുന്നത് നിൽക്കുന്നു. അതോടുകൂടിയിട്ട് ഇവയുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് കൂടിക്കൊണ്ടിരിക്കും. തെർമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് ശരീര ഊഷ്മാവ് കൂടുന്നത് തന്നെ വലിയ അപകടങ്ങൾക്ക് ഉണ്ടാക്കാൻ കാരണമാവും. അപ്പോൾ ആനയെ തണുപ്പിക്കണം. ഇതൊക്കെ ചെയ്തുകൊണ്ട് മാത്രമേ ആനയെ ഡാർട്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്നലെ സംഭവിച്ചത്, മാനന്തവാടിയിൽ സംഭവിച്ചത് നമുക്കറിയാം. ഒരു ഡാർട്ടിങ്ങിന് വേണ്ട സമയം എന്ന് പറയുന്നത് സാധാരണയായിട്ട് കണക്കാക്കുന്നത് രാവിലെ തന്നെയാണ്. പല കാരണങ്ങളുണ്ട് അതിന്.
അപ്പോൾ ഇന്നലെ അത് തീരുമാനമെടുക്കാൻ വൈകിയോ എന്നറിയില്ല. എന്തായാലും ഇന്നലെ വൈകുന്നേരം 5 മണിയോടടുത്ത് മാത്രമാണ് ഡാർട്ടിങ് ചെയ്തത്. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാറില്ല. അനുകൂലമായിട്ടുള്ള സമയവും സൗകര്യവും ഒന്നും ഇല്ലെങ്കിൽ പിറ്റേ ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ് സാധാരണ ചെയ്യുക. ഇന്നലെ ഒരു പ്രത്യേകതയുള്ളത് എന്ന് പറഞ്ഞാൽ വളരെ നഗരത്തിൻ്റെ നടുവിൽ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സ്ഥലത്താണുള്ളത്. ആനയെ അവിടെ തന്നെ നിർത്താൻ പറ്റില്ല. അതുപോലെ 144 പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പ്രദേശത്ത് വീണ്ടും ഒരു ദിവസത്തേക്ക് കൂടി നീട്ടുന്നത് വലിയൊരു പ്രഷറാണ്. മീഡിയ, അതേപോലെ തന്നെ പബ്ലിക്, അതുപോലെ ഗവൺമെൻറ് എല്ലാ ഭാഗത്തു നിന്നും ഈ ഡാർട്ടിങ് ചെയ്യേണ്ട ഒരു വലിയൊരു ടീം വർക്കാണ്. അവരുടെ മുകളിൽ വലിയൊരു പ്രഷറാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ തീരുമാനം എടുക്കുന്നതിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും കൂടിയുണ്ട്. അല്ലായിരുന്നെങ്കിൽ സ്വതന്ത്രമായിട്ട് വിടുകയാണെങ്കിൽ ഞാൻ കരുതുന്നത് ഇന്നലെ ഡാർട്ടിങ് ചെയ്യില്ല എന്നായിരുന്നു. അപ്പോൾ ഇന്നലെ ചെയ്യാനുള്ള ഒരു നിർബന്ധിതരാകുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. അതിനുള്ള കാരണങ്ങൾ എന്തുകൊണ്ട് അത്രയും വൈകി എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ ഡാർട്ടിങ് ചെയ്യുമ്പോഴും നമ്മുടെ ബാക്കിയുള്ള ജനങ്ങൾ വേണ്ട പലതരത്തിലുള്ള സഹകരണങ്ങൾ മീഡിയ അടക്കം കൊടുക്കേണ്ടതുണ്ട്. ഡാർട്ടിങ്ങിൻ്റെ സമയത്ത് ഈ മൃഗത്തിൻ്റെ കണ്ണ്, കാഴ്ച, അതുപോലെയുള്ള ശബ്ദങ്ങളോടുള്ള പ്രതികരണം ഒക്കെ ഏത് വിധത്തിലായിരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അവ അപ്പോഴും ബോധത്തോടെ ഉണ്ടാകുമ്പോൾ അത് ഏത് വിധത്തിലും പ്രതികരിക്കാം, ഓടാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും നാശനഷ്ടങ്ങൾ വരാം. ഈ ഡാർട്ടിങ്ങിന് പോയ സംഘാംഗങ്ങൾക്ക് തന്നെ അപായം വരാം. ഇത്തരമൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ ഈ 144 പ്രഖ്യാപിക്കുന്നതും വളരെ കൂടുതൽ ആൾക്കാരൊന്നും ഒരു സ്ഥലത്തും അവിടെ ശബ്ദമോ ഒന്നും ഇല്ലാതിരിക്കാൻ പറ്റിയ. പക്ഷേ ഇന്നലെ അതൊന്നും അല്ല സംഭവിച്ചത്. ഇവരെ മുഴുവൻ കുറ്റപ്പെടുത്തുമ്പോഴും നമുക്ക് വരുന്നത് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും ഒരുക്കാതെയാണ് ഡാർട്ടിങ്ങിന് നിർബന്ധിതരാകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ഘട്ടങ്ങളിൽ അവസാനം ഒരാളുടെ അല്ലെങ്കിൽ ഒരു സംഘത്തിൻ്റെ പേരിലേക്ക് ഇതിൻ്റെ ഒരു കുറ്റം ചാർത്തപ്പെടുന്നതിൽ വലിയൊരു അനീതി കൂടിയുണ്ട്. ഇന്ത്യയിലല്ല, ലോകത്തെവിടെയും ഇത്തരത്തിലൊരു ഡാർട്ടിങ് ചെയ്യുമ്പോൾ, ഇത്തരത്തിലൊരു മൃഗത്തെ വീണ്ടും ക്യാപ്ചർ ചെയ്ത് റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഇത്രയധികം മീഡിയ അറ്റൻഷനും അതുപോലെ തന്നെ ആ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രഷറും ഒന്നും ലോകത്തെവിടെയും ഉണ്ടാകില്ല, ഈ നമ്മുടെ കേരളത്തിലല്ലാതെ. അതുകൊണ്ട് തന്നെ ഇതേപോലെ എത്രയോ മൃഗങ്ങളെ വടക്കേ ഇന്ത്യയിലൊക്കെ ഡാർട്ടിങ് ചെയ്യുന്നുണ്ട്. അവയെ ഓരോ സ്ഥലത്തു നിന്നും നീക്കം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊന്നും നമ്മൾ അറിയുക പോലും ചെയ്യുന്നില്ല. അതിൻ്റെ ഇടയിൽ എത്രയോ മൃഗങ്ങൾ മരിക്കുന്നുമുണ്ട്. പക്ഷേ ഇവിടെയുള്ളത് വളരെ അത്യപൂർവമായിട്ടുള്ളൊരു സംഭവം പോലെ നമ്മൾ കൂടുതൽ മാധ്യമ ശ്രദ്ധ കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ഡാർട്ടിങ് ചെയ്യാനുള്ള സംഘങ്ങളുടെ മുകളിൽ വീണ്ടും പ്രഷർ ഉണ്ടാവുകയും ഇതേപോലെയുള്ള സാഹചര്യങ്ങളിൽ ഇനി അവർ അതിൽ നിന്നും വിട്ടുനിൽക്കും എന്നുള്ള വലിയൊരു അപകടം കൂടിയുണ്ട്. ആനയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ കിട്ടൂ. പല കാരണങ്ങളാകാം. നമ്മൾ ഇപ്പോഴും കരുതുന്നുമല്ല ആനക്ക് ഇതിനു മുമ്പേ പല അസുഖങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ ദേഹത്തുണ്ടായിരുന്ന മുഴ ഇതിനു മുമ്പുണ്ടായിരുന്ന ഡാർട്ടിങ്ങിൻ്റെ സമയത്തെങ്ങാനും സംഭവിച്ച ഏതെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടുണ്ടായതാണോ, അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള ആനക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നോ, അതൊന്നും നമുക്കറിയില്ല. അതൊന്നും അല്ലാതെ തന്നെ ആനക്ക് ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി. ശാസ്ത്രലേഖകൻ വിജയകുമാർ ബ്ലാത്തൂരിന്റെ അഭിപ്രായവും അദ്ദേഹത്തിന്റെ നിഗമനങ്ങളുമാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇന്നലെ തണ്ണീർക്കൊമ്പനെ ഓർത്ത് നമുക്ക് വലിയ ആശങ്കയും ഭീതിയും ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്നീ സമയം തണ്ണീർക്കൊമ്പനെ ഓർത്ത് നമുക്ക് ദുഃഖവും നൊമ്പരവും ഒക്കെയാണ്. അതിനെ പിടികൂടി മയക്കുവടി വെച്ച് മാറ്റുന്നതിൽ എവിടെയൊക്കെയാണ് നമുക്ക് വീഴ്ച പറ്റിയത് എന്നുള്ളത് അത് നടപ്പാക്കിയവർക്ക് മറ്റുള്ള അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകൾക്കൊക്കെ ഒരു പുനരാലോചന വേണം. ഇനിയും അത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകരുത്, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കരുത് എന്നും കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ ഈ വിഷയം വിടുകയാണ്.